അപ്പൊ തുടങ്ങാല്ലേ? എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഒരു 500 പേർക്കുള്ള സദ്യ ഒരുക്കണം. നിന്റെ ഉമ്മാന്റെ നിക്കായിന തമാശ അല്ല, ഇത് സീരിയസ്. ആരാണ് ഇവിടെ അത്ര വലിയ ഗസ്റ്റ്? അവരോട് പോവാൻ പറ. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. എന്തൊരു ഡിസിപ്ലിൻ. എന്താണ് തുടർ നീക്കങ്ങൾ? എങ്ങനെയാണ് ഒരു ലോട്ടറി അടിച്ച സുഖം. സ്വപ്നല്ല വാസുട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുട്ടം നോക്കി. മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. അത് സിനിമാ നടികൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ്. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പ അടിക്കണം. കാരണം എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ പേര്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. സുഖം. പ്രതികരിക്കാൻ തയ്യാറായില്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളോ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. ഒരക്ഷരം പോലും മിണ്ടാൻ സിദ്ദിഖോ സിദ്ദിഖിന്റെ മകൻ ഷഹീനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. വിട്ടാരെ. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹം ഒളിവിലെ. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പേടിപ്പിക്കല്ലേ സാറേ. 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ഒളിവിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ സിദ്ദിഖ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. വേണ്ട, കളിയാക്കണ്ട. ഐഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐഡ്രോസ് മഹാപശക ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സിദ്ദിഖിന് ഇപ്പോഴും ഒരു മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി, ഉടായിപ്പല്ലേ? വെട്ടിയാൻ നോർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ.